Electrostatics എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി ദ ഐഡിയ ഈസ് ചാർജസ് അറ്റ് റെസ്റ്റ് എന്നൊരു ഐഡിയ ആണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ചാർജസ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ കാണുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ചാർജസിനെ കുറിച്ചാണ്. ചാർജസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ ചാർജ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് ചാർജസ് ഓർ നെഗറ്റീവ് ചാർജസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ. ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ. Unlike charges ആണെങ്കിൽ attract ചെയ്യും. So like charges attract, repel, unlike charges attract. Second one. മൂന്നാമത്തെ കാര്യം, അപ്പൊ രണ്ട് ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട് നമുക്ക്. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്യും. മൂന്നാമത്തത് ചാർജ് ഇസ് കൺസേർവ്ഡ്. കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ the net charge is always conserved എന്നാണ് ലോജിക്. അതായത് ഒരു ചാർജ് സംടൈംസ് നമ്മുടെ ഒരു ന്യൂട്രോൺ, ഇറ്റ് മേ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു എ പ്രോട്ടോൺ ആൻഡ് എൻ ഇലക്ട്രോൺ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോട്ടോൺ കൺവേർട്ടഡ് ആകുന്നത് ന്യൂട്രോണും ഇലക്ട്രോണുമായിട്ട്, ന്യൂട്രോൺ കൺവേർട്ടഡ് ആകുന്നത് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ടാണ്. ആസ് എ റിസൾട്ട് ചാർജ് ഒക്കെ കൺസേർവ്ഡ് ആണ്, ചാർജിൽ മാറ്റമില്ല. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന കൺസെപ്റ്റ്. നാല്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഇസ് എ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ചാർജസ്, ആൾജിബ്രായിക് സം ഓഫ് ദ ഇൻഡിവിജ്വൽ ചാർജസ്. ഒരു ബോഡിയിൽ Q1 Q2 ചാർജസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് വുഡ് ബി Q1 പ്ലസ് Q2. ആൾജിബ്രായിക്കലി സൈൻ കൺസിഡർ ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് ചേഞ്ച് വരും, ഒരു ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് ചേഞ്ച് വരും. Okay, you have to consider the sign. 5, quantization of charge. Quantization principle ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഹൈ ആണ്. Q is equal to NE. അതായത് the total charge of a body is expressed as an integral multiple of the basic charge of an electron. So Q is equal to Ne ആണ്. എന്താ Q equal to Ne എന്ന് പറഞ്ഞാൽ the basic charge of an electron is represented as an integral multiple of the charge of an electron or a proton. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ എത്ര എണ്ണം ഉണ്ട്, N into the charge of a proton or electron കിട്ടാൻ മതി. അപ്പൊ എന്താണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1.6 into 10⁻⁻19 കുളുംബ് ആണ് യൂണിറ്റ്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, 1.6 into 10⁻⁻19 കുളുംബ് ആണ്. What is the mass of the electron? ഇലക്ട്രോണിന്റെ മാസ് ആണെങ്കിൽ 9.1 into 10⁻31 കിലോഗ്രാം ആണ്. മാസ് ഓഫ് ദി പ്രോട്ടോൺ ആണെങ്കിൽ 1.6 into 10⁻27 കിലോഗ്രാം ആണ്. ന്യൂട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ മാസും ഏകദേശം സെയിം ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസിൽ നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുന്നത്. ഇനി ഈ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. മെത്തേഡ്സ് ഓഫ് ചാർജിങ് 3 എണ്ണം ഉണ്ട്. ഒന്ന് ഫ്രിക്ഷൻ, അതായത് രണ്ട് ഒബ്ജക്റ്റിനെ കൂട്ടി ഉരയ്ക്കുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ചാർജ്ഡ്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബൈ കോണ്ടാക്ട് ആണ്. ബൈ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? നമ്മൾ രണ്ട് ബോഡീസ്, സപ്പോസ് ഇവന്റെ ചാർജ് Q1 ആണ്, ഇവന്റെ ചാർജ് Q2 ആണ്. ഇവരെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരാന്ന് പറയുമ്പോൾ രണ്ട് രീതി ചെയ്യാം.
മേ ബി ഇവരൊരു വയർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേരെ എടുത്ത് അടുത്ത് മുട്ടിച്ച് വെക്കാം. There are two ways. So when they are brought in contact, ഇവരുടെ ടോട്ടൽ ഈ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് വിൽ ബി Q1 പ്ലസ് Q2. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് വിൽ ബി Q1 പ്ലസ് Q2. Now ഇനി നമ്മൾ അവന്മാരെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവന്റേത് Q1 പ്ലസ് Q2 ബൈ 2ഉം മറ്റതിൻ്റെതും Q1 പ്ലസ് Q2 ബൈ 2ഉം ആകും ചാർജ്. So that is what is happening by contact. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതും നമ്മുടെ കുളംസ് ലോയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് കേട്ടോ. ഇതും കുളംസ് ലോയും ബേസ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്താണ് കുളംസ് ലോ എന്ന് നോക്കാം. കുളംസ് ലോ എന്ന് പറഞ്ഞാൽ according to it, the force between two charges, the electrostatic force between two charges, F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square ആണ്. ഇവിടെ Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എപ്സിലോൺ 0 എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി മറ്റൊരു ടേം ഉള്ളത് വാല്യൂ ഓഫ് 1 by 4 pi epsilon 0. ഇതിന്റെ വാല്യൂ 9 into 10 raised to 9 ആണ്. എപ്സിലോൺ 0ന്റെ വാല്യൂ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 8.85 into 10 raised to minus 12 ആണ് എപ്സിലോൺ 0ന്റെ വാല്യൂ. അപ്പൊ എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അപ്പൊ ഫ്രീ സ്പേസിലല്ല ഈ ചാർജസിനെ വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എപ്സിലോൺ യൂസ് ചെയ്യണം. എപ്സിലോൺ is permittivity of the medium. ഈ എപ്സിലോൺ is actually equal to എപ്സിലോൺ 0 into എപ്സിലോൺ r. ഇവിടെ എപ്സിലോൺ r നെ വിളിക്കുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, അപ്പൊ എപ്സിലോൺ is equal to epsilon 0 into epsilon r. So what is it known as? Epsilon എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. എപ്സിലോൺ r എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. എപ്സിലോൺ r എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അപ്പോ എപ്സിലോൺ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ 1 by 4 pi epsilon എന്ന് എഴുതാം. വെക്ടോറിയൽ ഫോമിൽ എഴുതുമ്പോൾ this equation will be 1 by 4 pi epsilon 0 Q1 Q2 by R cube into vector R. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. വെക്ടോറിയൽ ഫോമിൽ എഴുതുമ്പോൾ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവന്റെ കൂടെ ഒരു R cap എന്ന ടേം ഇട്ട് കൊടുക്കും. R cap എന്ന് പറഞ്ഞാൽ the vector by its magnitude ആണ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇങ്ങനെയായത്. വെക്ടർ R by R cube എന്നായത്. Okay, so that is a force, that is a Coulomb's law that we have learned right now. Force ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സംശയമൊന്നും വേണ്ട. ചാർജിന്റെ യൂണിറ്റ് കുളുംബ് ആണെന്ന് അറിയാം, R എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. That's it. Suppose there are many charges present. ഒരു ചാർജ് അല്ല, കുറെ ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ ഫോഴ്സ് എഴുതുക? Q1 Q2 Q3 ഒരു Q. ഈ ഡിസ്റ്റൻസ് R1, ഈ ഡിസ്റ്റൻസ് R2, ഈ ഡിസ്റ്റൻസ് R3. So the force experienced by Q നമ്മൾ എഴുതിയാൽ we'll be writing like this: F Q1 on Q plus F Q2 on Q plus F Q3 on Q. ഇങ്ങനെ നമ്മൾ എഴുതുക ഫോഴ്സ്. Okay, or this is going to be equal to K. ഞാൻ 1 by 4 pi epsilon 0 ന് പകരം നമുക്ക് K എന്ന് എഴുതാം. Q1 Q by R1 square. വെക്ടർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെക്ടോറിയലി കൂടി എഴുതണം. R1 cap plus K Q2 Q by R2 square R2 cap plus K Q3 Q by R3 square R3 cap. ഇങ്ങനെ വേണം മക്കളെ എഴുതാൻ. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞത്
force experienced by a charge Q due to the presence of other charges around it. പല പല ചാർജസ് അവന് ചുറ്റുമുണ്ട്. Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, അങ്ങനെ കുറേ ചാർജസ് അവന് ചുറ്റുമുള്ളപ്പോ വാട്ട് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ അവർ ചാർജ് Q? അതാണ് സാർ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എഴുതാൻ പോകുന്നത് നെക്സ്റ്റ് വൺ about electric field. Electric field force ബേസ് ചെയ്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. E is equal to F by Q. അപ്പൊ ഇവിടെ Q എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. E is equal to F by Q എന്ന് എഴുതുമ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം. E is equal to K Q by R square. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് electric field is caused by the source charge. Source charge ആണ് electric field cause ചെയ്യുന്നത്. അപ്പൊ electric field നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. It is the force experienced by a unit positive charge kept at a point. Force experienced by a unit positive charge. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുക്കാനുള്ള കാരണം യൂണിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ വാല്യൂ വളരെ ചെറുതല്ലെങ്കിൽ അവനും ഒരു ഇലക്ട്രിക് ഫീൽഡ് കോസ് ചെയ്യും. നമ്മുടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അത് പറ്റത്തില്ല, എല്ലാം കൂടി ഇന്റർഫിയർ ചെയ്യും. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കെപ്റ്റ് അറ്റ് എ പോയിന്റ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത്. ജനറലൈസ്ഡ് ഇക്വേഷൻ ഇതാണ്, E equal to KQ by R square. വെക്ടോറിയൽ ഫോം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, KQ വെക്ടർ R by R cube. അത് നമുക്ക് എഴുതാം വെക്ടോറിയൽ ഫോം ആണെങ്കിൽ. Okay, so that is the concept of electric field. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ V വെച്ച് റെപ്രസെന്റ് ചെയ്യും. That's equal to minus KQ by KQ by R. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മൈനസ് KQ by R is the electric potential value. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ടു ബ്രിങ് a unit charge from infinity to a point. ഒരു യൂണിറ്റ് ചാർജിനെ അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ആണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. It is a work done to bring a unit charge from infinity to a point. That is the electric potential. Okay. അപ്പൊ നെഗറ്റീവ് എപ്പോഴും ഇടണമെന്നില്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ചാർജ്. ഇൻ ജനറൽ പോസിറ്റീവ് എഴുതി പോയാൽ മതി, KQ by R എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇൻ ജനറൽ KQ by R എന്ന് എഴുതിയാൽ മതി. ഡിപെൻഡ്സ് ഓൺ ദ ചാർജ്, യു ക്യാൻ പുട്ട് ദ നെഗറ്റീവ് ഓർ പോസിറ്റീവ് സൈൻ. അപ്പൊ ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എഴുതാം. ഒരു കാര്യം ഓർക്കണം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി U വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് KQ by R. അതായത് മക്കളെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ആസ് the work done to bring a charge Q from infinity to a point. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു ചാർജ് ക്യൂവിനെ അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. വോൾട്ട് വിൽ ബി ദ യൂണിറ്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി വരുമ്പോൾ എനർജിയുടെ യൂണിറ്റ് തന്നെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി സാർ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ പല ഡിഫറെന്റ് ബോഡീസിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും പറയാൻ പോവുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സാർ പറയുന്നത്, ബാക്കി സാർ നമുക്ക് അയച്ചു തരും. ഒന്ന്,
electric field and potential for a solid sphere, solid conducting sphere, or hollow sphere, or hollow conducting sphere. ഈ മൂന്ന് പേരുടെയും ഞാൻ പറയാൻ പോകുന്ന ഇക്വേഷൻസ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, സോളിഡ് കണ്ടക്ടിങ് സ്പിയർ, ഹോളോ സ്പിയർ, ഹോളോ കണ്ടക്ടിങ് സ്പിയർ. മക്കളെ ഈ മൂന്ന് പേരുടെയും പ്രത്യേകത, ഈ മൂന്ന് പേരുടെയും ചാർജസ് ഇരിക്കുന്നത് ഈ സ്പിയറിന്റെ സർഫസിലായിരിക്കും. സോളിഡ് കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും ഹോളോ സ്പിയർ ആണെങ്കിലും ഹോളോ കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും മൂന്ന് പേരുടെയും ചാർജ് ഇരിക്കുന്നത് അവന്റെ സർഫസിലായിരിക്കും. അപ്പൊ സപ്പോസ് ദിസ് ഇസ് എ റേഡിയസ്, ഈ മൂന്ന് പൊസിഷൻസിൽ എനിക്ക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാം, ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഒന്ന് ഇവിടെ പോയിന്റ് പി വരുമ്പോ, മറ്റൊന്ന് ഇവിടെ പി വരുമ്പോ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഒക്കെ ആറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഓർക്കുക, സോളിഡ് കണ്ടക്ടിങ് സ്പിയറിനും ഹോളോ സ്പിയറിനും ഹോളോ കണ്ടക്ടിങ് സ്പിയറിന്റെ സർഫസിലാണ് ചാർജ് ഇരിക്കുന്നത്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. സർഫസിലാണ് ചാർജ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ആർ ഗ്രേറ്റർ ദാൻ ആർ, ക്യാപിറ്റൽ ആർ, റേഡിയസിന് പുറത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു KQ by R square. Potential will be equal to KQ by R. If suppose R is equal to capital R ആണെന്ന് വിചാരിച്ചോ, സർഫസിലാണ് എന്റെ പോയിന്റ്. സർഫസിൽ what is the electric field? Electric field will be E is equal to KQ by R square. Capital R square, the radius. E is equal to KQ by capital R. Inside the sphere, small r less than capital R, inside the sphere ഒരു പോയിന്റ് എടുക്കുമ്പോൾ E will be equal to 0 and V will be constant throughout. സെന്റർ മുതൽ സർഫസ് വരെ വിന്റെ വാല്യൂ മാറില്ല, KQ by capital R തന്നെയാണ്. മറക്കാതെ ഓർത്ത് വെക്കണം, സെന്ററിൽ അല്ലെങ്കിൽ സ്പിയറിന്റെ അകത്ത് ഇന്റെ വാല്യൂ 0 ആണ്. പൊട്ടൻഷ്യൽ ആകട്ടെ സെന്റർ മുതൽ സർഫസ് വരെ ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, മറക്കാതിരിക്കേണ്ട പോയിന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ്. ഇത് എഴുതി കഴിഞ്ഞ മക്കളെ, എഴുതിയെടുത്തോ? വേഗം എഴുതിയെടുത്ത്. അപ്പൊ നമുക്ക് മറ്റൊരു ബോഡിയിലേക്ക് പോവാം. And the next body we're going to tell about is a non-conducting sphere. Non-conducting sphere എടുക്കുമ്പോൾ എന്താണ് സിറ്റുവേഷൻ? Non-conducting sphere. മക്കളെ വെറുതെ സ്പിയർ എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, they are referring to a solid sphere. ഹോളോ സ്പിയർ ആണെങ്കിൽ എടുത്ത് പറയും. അപ്പൊ അടുത്ത് non-conducting solid sphere. Non-conducting solid sphere. Non-conducting solid sphere എന്ന് പറഞ്ഞാൽ again ഞാൻ സ്പിയർ എടുത്തു, ഔട്ട്സൈഡ് ഒരു പോയിന്റ് ഉണ്ട്, സർഫസിൽ ഒരു പോയിന്റ് ഉണ്ട്, ഇൻസൈഡ് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് എഴുതാം നമുക്ക്, ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. E is equal to KQ by R square. മറ്റോടത്ത് എന്ത് ഇക്വേഷൻ ആണോ പഠിച്ചത് അത് തന്നെ, ജനറൽ ഇക്വേഷൻ. V is equal to KQ by R, അതിനും വ്യത്യാസമില്ല. R is equal to capital R, സർഫസിൽ അത് ഇവിടെയാണ് എന്റെ പോയിന്റ് എങ്കിൽ E is equal to KQ by R square. Potential is equal to KQ by capital R. Right? ഇനിയുള്ള ചേഞ്ച്, inside the non-conducting sphere what happens? Inside the non-conducting sphere, ഈ non-conducting sphereന്റെ പ്രത്യേകത, ഇവിടെ ചാർജസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, സർഫസിൽ മാത്രമല്ല ഇരിക്കുന്നത്. സർഫസിൽ മാത്രം ഇരിക്കുന്നത് കണ്ടക്റ്റിംഗ് സോളിഡ് സ്പിയർ അല്ലെങ്കിൽ ഹോളോ സ്പിയറിന്റെ ഒക്കെ കേസിലാണ്. അപ്പൊ ഇവിടെ inside a point, inside the sphere, there will be an electric field that will be equal to
KQR by R cube. അതുപോലെ there is a potential also inside. Potential equation എന്ന് പറയുന്നത് ഒരു വലിയ ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇൻസൈഡ് എ നോൺ കണ്ടക്ടിങ് സ്ഫിയർ there is a potential there. ഈ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. KQ by 2R minus R square by capital R square. Okay, ഇതാണ് ഇക്വേഷൻ. മക്കളെ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഗ്രാവിറ്റേഷനിൽ കാണാൻ പോകുന്നത്. ഗ്രാവിറ്റേഷനിലും ഇതിന് വളരെ സിമിലർ ആയിട്ട് ഇക്വേഷൻ ആണ് കാണുന്നത്. KQ by 2R അവിടെ GM by 2R 3 minus R square by capital R square എന്ന് വരും. ഇവിടെ KQ-ന് പകരം അവിടെ GM ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇക്വേഷനിൽ. പ്ലീസ് റിമെമ്പർ ദീസ് ഇക്വേഷൻസ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം. നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ സാർ ചോദിക്കും. മേക്ക് ഷുവർ ദാറ്റ് യു ബൈ ഹാർട്ട് ദി ഇക്വേഷൻസ്. ഓക്കെ, അപ്പോ ഇതാണ് രണ്ട് കേസ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് റിങ്ങിന്റെയും ഡിസ്കിന്റെയും കേസ് വരാറുണ്ട്. അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല ഫ്രീക്വന്റ് ആയിട്ട്, അത് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ റിങ്ങിന്റെ കേസ് കൂടി സാർ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ റിംഗ് ആണ് നമുക്കുള്ളതെങ്കിൽ ഒരു ചാർജ്ഡ് റിംഗ്, ഈ റിംഗിന്റെ സർഫസിലാണ് ചാർജ് മൊത്തം ഇരിക്കുന്നത്. അപ്പൊ അലോങ് ദി ആക്സിസ് ഓഫ് ദ റിംഗ് നമുക്ക് ഈ ഇങ്ങനെ എഴുതാം KQ. അപ്പൊ ഞാനൊരു പോയിന്റ് എടുക്കുന്നത് P ഇവിടെയാണ്. Pന്റെ ഡിസ്റ്റൻസ് X ആയിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, ഈ റിംഗിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഇക്വേഷൻ വിൽ ബി KQX divided by X square plus R square the whole raised to 3 by 2. Our potential will be equal to KQ by root of X square plus R square. That is our ring condition. Okay, മക്കൾ റിങ്ങിന്റെ കണ്ടീഷൻ കൂടി പറ്റണമെങ്കിൽ പഠിച്ചു വെക്കുക. It is also beneficial for you. Okay. ഇനി സാർ മൂന്ന് ടേംസ് പറയാം. ഒന്നാമത്തെ ടേം ലാംഡ എന്നാണ്. ലാംഡനെ വിളിക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. മറ്റൊന്ന് സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയും, Q by the area. മറ്റൊന്ന് റോ, വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയും, Q by V. ലാംഡ എന്താ? ലീനിയർ ചാർജ് ഡെൻസിറ്റി, സിഗ്മ സർഫസ് ചാർജ് density, and what is rho? Volume charge density. Okay, fine. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു, പൊട്ടൻഷ്യലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ഡൈപോളിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഒരു ഡൈപോൾ കാരണമുള്ള ഫീൽഡ് എന്താണ്? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ, രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് 2a. 2a എന്ന് എടുക്കാനുള്ള കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് a എന്ന് എടുക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. ഡൈപോൾ മൊമെന്റ് ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ഇൻടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ q into 2a, that is the value for the dipole moment P. ഈ P ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇവന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ചാർജ് ടു ദ പോസിറ്റീവ് ചാർജ്, അതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് from the negative charge to the positive charge. That is the direction. Okay. ഇനി ഈ ഡൈപോൾ കാരണം രണ്ട് പോയിന്റ്സിലുള്ള ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും നമ്മൾ ഡിഫൈൻ ചെയ്യും. ഡൈപോൾ കാരണമുള്ളത് ഒരു പോയിന്റ് നമ്മൾ പറയുന്നത് ആക്സിയൽ പോയിന്റ് എന്നാണ്, മറ്റേ പോയിന്റ് നമ്മൾ പറയുന്നത് ഇക്വറ്റോറിയൽ പോയിന്റ് എന്നാണ്. അപ്പൊ രണ്ടും ജനറൽ ഇക്വേഷനും പേഴ്സണലൈസ്ഡ് ഇക്വേഷൻസ് ആണ് തരാം.
ആദ്യം ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. അപ്പൊ ജനറൽ പോയിന്റ്സ് രണ്ടെണ്ണം. അപ്പൊ ഡൈപോൾ നമുക്കറിയാം -q ആൻഡ് +q സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇതിനെയാണ് ഞാൻ എന്റെ ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത്, അലോങ് ദി ആക്സിസ്, പോയിന്റ് പി. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത് the equation is 2kpr divided by r square minus l square the whole square. K എന്ന് വെച്ചാൽ മക്കളെ 1/4πε0. ഓക്കെ, അതുപോലെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ along the axial point kp divided by r square minus l square ആണ്. അപ്പൊ ആക്സിയൽ പോയിന്റിലുള്ള രണ്ട് വാല്യൂസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ ആക്സിയൽ, വി ആക്സിയൽ. ഇത് ജനറൽ ഇക്വേഷൻസ് ആണ് കേട്ടോ. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ. ഇത് രണ്ടും ഇത് വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അവർ പറയും ചില പരീക്ഷയ്ക്ക് ഷോർട്ട് ഡൈപോൾ ആണെന്ന് പറയും. ഷോർട്ട് ഡൈപോൾ എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ ഇത്രമാത്രം ചെയ്തു കൊടുത്താൽ മതി ഈ ഇക്വേഷൻസിൽ. ഇഫ് ഇറ്റ് ഇസ് എ ഷോർട്ട് ഡൈപോൾ L is very much less than R. ഇവിടെ L എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a എന്ന് എടുത്തില്ലേ, 2a പകരം L ഇടുക, അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഐഡിയ. ഓക്കെ, 2a പകരം അല്ല, a പകരം L ഇടുക, ദാറ്റ്സ് ഐഡിയ. അപ്പോൾ ഇതാണ് ഫോർമുല. ഇവിടെ L is very much greater less than R വരുമ്പോഴാണ് ഷോർട്ട് ഡൈപോൾ എന്നവരെ വിളിക്കുന്നത്. ഷോർട്ട് ഡൈപോൾ. ഇത് ബൈ ഹാർട്ട് ഓർത്ത് വെക്കണം. ഇനി ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്നെ ഡൈപോൾ എടുത്തു. ഇതാണ് അവന്റെ ഇക്വറ്റോറിയൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്താൽ ദാറ്റ് ഇസ് ഇക്വറ്റോറിയൽ പോയിന്റ്. ഇക്വറ്റോറിയൽ പോയിന്റ് എടുക്കുമ്പോൾ അവിടുത്തെ ഫീൽഡ് ഈ ആക്സിയൽ ഇസ് കറസ്പോണ്ടിങ് ടു, സോറി, ഈ ഇക്വറ്റോറിയൽ ഇസ് കറസ്പോണ്ടിങ് ടു ഈ ഇക്വറ്റോറിയൽ kp divided by r square plus l square the whole raised to 3/2. Potential equatorial will be equal to 0. അതായത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ പൊട്ടൻഷ്യൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇക്വറ്റോറിയൽ പൊസിഷനിൽ പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ഇവരുടെ ജനറൽ ഇക്വേഷൻ കൂടി മക്കളെ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോളൂ. ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E general is equal to 1/4πε0 p by r cube root of 3 cos square theta plus 1. ജനറൽ ഇക്വേഷൻ ആണ്. തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ ആക്സിയൽ ആണെന്ന് വിചാരിച്ചോ, ഇവിടെ തീറ്റ 0 ആണ്, തീറ്റ 0 ആണ്. ഈ ഇക്വറ്റോറിയൽ ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ജനറൽ ഇക്വേഷനിൽ തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ പൊട്ടൻഷ്യൽ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 p cos theta by r square, p cos theta by r square. ഇതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഈ ആക്സിയൽ എഴുതി, ഈ ഇക്വറ്റോറിയൽ എഴുതി, ഈ പേജിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര ഹൈ ആണ്. നിങ്ങൾക്ക് രണ്ട് ചോദ്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് പ്രതീക്ഷിക്കും കേട്ടോ. ഇനി അടുത്തത്, സോറി ഫയൽ അയച്ചത് കേട്ടോ. ഈ ഡൈപോളിനെ ഞാനൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചു. ഡൈപോളിന് എക്സ്റ്റേണൽ ഫീൽഡ്, external field. It will experience a torque. ഈ ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ ഇവനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇവൻ കിടന്ന് കറങ്ങാൻ തുടങ്ങും എബൌട്ട് സെൻട്രൽ ആക്സിസ്. അപ്പൊ ഇവന്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ പി ക്രോസ് ഇ ആണ്. പി ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ആണ്. പി ഇസ് എ വാല്യൂ ഫോർ ദി ഡൈപോൾ മൊമെന്റ്, ഇ ഇസ് എ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ടോർക്ക് ബേസ് ചെയ്ത് നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. Work done to rotate the dipole. Work done to rotate. ഇതും കീമിനും ഒക്കെ പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Work done to rotate. ഇങ്ങനെയാണ് എഴുതുന്നത്. Work done to rotate. PE cos theta 1 minus cos theta 2. Theta 1 എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ, ഇനീഷ്യൽ ആംഗിൾ ആണ് theta 1. Theta 1. ഫൈനൽ ആംഗിൾ എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് ആംഗിളിലേക്കാണ് അവൻ പോകുന്നത്, അതാണ് P cos theta 2. Okay.
അതുപോലെ നമുക്ക് എഴുതാം വർക്ക് ഡൺ ആണ് അവിടെ പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ആകുന്നത്. ഓർ ഇഫ് θ1 is equal to 90 degree and θ2 is equal to θ ആണെങ്കിൽ നമുക്ക് എഴുതാം u will be equal to minus pe cos theta. That is the value for u. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ എഴുതി. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് എ ഡൈപോൾ ത്രൂ ഫ്രം θ1 to θ2 ലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. u എന്ന് പറയുമ്പോൾ മൈനസ് പി കോസ് തീറ്റ ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മക്കൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഡൈപോളും എഴുതി. ഇനി നമുക്ക് വരുന്നത് ഗോസസ് ലോ ആണ്. ഗോസസ് ലോന്റെ ഐഡിയ എന്ന് വെച്ചാൽ വാട്ട് ഗോസസ് ലോ സേസ് ഇസ് ദാറ്റ് ഫ്ലക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഗോസസ് ലോ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ എ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ എ നെഗറ്റീവ് ചാർജ്. അതാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അവർക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, എൻഡിങ് പോയിന്റ് ഉണ്ട്. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, they never ever intersect electric field lines. So ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഇത് ചില റീജിയൻസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ വളരെ അടുത്തടുത്തിരിക്കും. അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫാർ എവേ ആണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഈ ഡോട്ട് എ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ദ ഏരിയ വെക്ടർ. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു ഗോസസ് ലോ, ദി ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 times the charge enclosed by the surface. According to Gauss's law, flux is equal to 1 by epsilon 0 times the charge enclosed by the surface. അതാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കപ്പാസിറ്റേഴ്സിലേക്ക് പോവാം. കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്സ് ഉണ്ട്. കപ്പാസിറ്റേഴ്സ് നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ബേസിക്കലി കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇതിനെ കണ്ടൻസർ എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ് ഇസ് എ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ്. ബേസിക്കലി ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ അവന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫോർമുല ഇതാണ്, എപ്സിലോൺ 0 A by D. രണ്ട് പാരലൽ ആയിട്ടുള്ള രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും. ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D. ഈ ഓരോ പ്ലേറ്റിന്റെയും ഏരിയ ആണ് A. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇനി ഇതിനിടയിൽ എന്തെങ്കിലും ഡൈ ഇലക്ട്രിക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ 0 into എപ്സിലോൺ R A by D. So that is a general equation for a parallel plate capacitor. അതേസമയം സ്പെരിക്കൽ കപ്പാസിറ്റർ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്പെരിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ നമ്മുടെ ഫോർമുല, നമ്മുടെ കണ്ടീഷൻ C is equal to 4 pi epsilon 0 R, where R is the radius. Spherical capacitor. അപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, സ്പെരിക്കൽ കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റേഴ്സിനെ നമുക്ക് സീരീസിൽ കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. സീരീസിൽ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ ടു എൻ കണക്ഷൻ ആണ് സീരീസിൽ. ഇതാണ് സീരീസ്. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ the resultant will be 1 by C series is equal to 1 by C1 plus 1 by C2. That will be the equivalent. രണ്ടാമത്തെ കോമ്പിനേഷൻ പാരലൽ ആണ്. ഒരാളുടെ അക്രോസ് അടുത്തയാളെ കണക്ട് ചെയ്യാം. ഇതാണ് പാരലൽ. പാരലൽ ആയിട്ട് കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്താൽ 1 by C parallel is equal to C1 plus C2 ആണ്. ഇത് C1 ആയിട്ട് എടുക്കാം, ഇത് C2 ആയിട്ട് എടുക്കാം. So 1 by Cp is equal to C1 plus C2 ആണ് when they are connected in parallel. അപ്പോൾ capacitors in series ഓർക്കുക, capacitors in parallel ഓർക്കുക. And finally, the energy stored in a capacitor is given by energy is equal to പല equations ഉണ്ട്.
Q square by 2C ഒരു equation, half CV square ഒരു equation, പിന്നെ Q square by 2C half CV square half into QV is another equation. 3 equations ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം, ഒരു കപ്പാസിറ്റർ എടുക്കുമ്പോൾ ഈ സി എന്ന് പറയുന്നത് അവന്റെ കപ്പാസിറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. സി ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. So what we can write here is the charge across the plate of a capacitor is equal to CV എന്നൊരു ടേം നമുക്ക് എഴുതാം. Q equal to CV. It's very important. നമ്മൾ ഓംസ് ലോ ഒക്കെ പഠിക്കുമ്പോൾ V is equal to IR എന്ന് എഴുതി പല പല കണ്ടീഷൻസും ഇക്വേഷൻസും ഡിറൈവ് ചെയ്യുന്നത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് Q equal to CV. ഈ Q equal to CV ഉപയോഗിച്ചാണ് നമ്മൾ പല കണ്ടീഷൻസും എഴുതുന്നത്, പല കണ്ടീഷൻസും ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന കൺസെപ്റ്റില് മെയിൻ ആയിട്ടും നമുക്ക് പഠിച്ചു പോകേണ്ട ഇക്വേഷൻസും കാര്യങ്ങളും. ഇനി കുറച്ചധികം ഷോർട്ട് കട്ട് ഇക്വേഷൻസും കാര്യങ്ങളുണ്ട്. അത് സാറ് ഒരു ഫയലായിട്ട് സാർ അയച്ചു തരും. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പഠിക്കുക. ഐ വിൽ ഓൾസോ ബി സെൻഡിങ് ആൻ അഡീഷണൽ വീഡിയോ സപ്പോർട്ട് ഫോർ യു. അതും നിങ്ങൾ നോക്കണം ഫോർ ദ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ആൻഡ് എവറിഥിങ്. ഓക്കെ, അതിനകത്ത് കുറെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് സാറ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് സാർ പറഞ്ഞത്. ഇത്രയും ഐഡിയ മതി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓൺലി തിങ് ഇസ് യു ഹാവ് ടു പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് ഓൺലി തിങ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത്രയും പറഞ്ഞ് നമുക്ക് ക്ലിയർ ആയിരുന്നോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ? എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞുതരാം. അന്നാജി, മനസ്സിലായി. റഹ്ഫ, മനസ്സിലായി സർ. വിശ്വ, Yes sir. ഹദി, ഉറങ്ങിപ്പോയോ? Sorry sir. ഉറങ്ങിപ്പോയോ? ഇല്ല sir. മനസ്സിലായോ മോനെ? Yes sir. അനീന, മനസ്സിലായി സർ. കിരൺ, മനസ്സിലായി sir. ഓക്കെ. ഇതൊക്കെ സാർ ഇന്ന് ചോദിക്കും. സാർ ഇടയ്ക്ക് വെച്ച് ക്ലാസ്സിൽ കയറി നിങ്ങൾ ഇടയ്ക്ക് ഇന്ന് ക്ലാസ്സിൽ കയറ്റിയിട്ട് ചോദിക്കും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങളുടെ വൈകുന്നേരം നിങ്ങളുടെ കെമിസ്ട്രി ക്ലാസ്സിന് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഇഫ് പോസിബിൾ ഞാൻ നിങ്ങളോട് ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. യു വിൽ ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക വിത്തൗട്ട് എനി ഫെയിൽ. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഒരു വട്ടം എഴുതി എനിക്ക് അയച്ചു തരണം. ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ അയച്ചു തരണം ബിഫോർ ഈവനിങ് ടുഡേ. ഓക്കെ, ഇന്ന് ബയോളജി ഒരു ചാപ്റ്റർ, ഒരു ബയോളജി എക്സാം മാത്രമേ ഉള്ളൂ. സോ യു ഹാവ് ടൈം, സഫീഷ്യന്റ് ടൈം. പുതിയ ഷെഡ്യൂൾ നിങ്ങൾ കണ്ടു കാണും. 2 സാറ്റർഡേ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്. അന്ന് ഞാൻ ഒരു സാറ്റർഡേ കെമിസ്ട്രി മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും ഐ എം ഇൻക്ലൂഡിംഗ് സാറ്റർഡേ ഓൾസോ നമ്മുടെ ക്ലാസ്സസിൽ. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് യു ഹാവ് സീൻ ദ ഷെഡ്യൂൾ ആൻഡ് എവരിതിങ്. ഓക്കെ മക്കളെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നത്തിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. എല്ലാം പ്രീവിയസ് ഇയേഴ്സ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2 point charges A and B having charges plus Q and minus Q respectively are placed at a certain distance apart and the force acting between them is F. അപ്പൊ 2 ചാർജ് ആണ് നമുക്കുള്ളത്. ഒരു പ്ലസ് ക്യൂ ഉണ്ട്, ഒരു മൈനസ് ക്യൂ ഉണ്ട്. They are kept at a distance apart. Distance നമുക്ക് 6 നൽകാം. The force acting between them F ആണ്. ഇപ്പൊ 2 ചാർജ് ഉണ്ട്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കുളുംസ് ലോ പ്രകാരം എഴുതാം. F is equal to K Q into minus Q by R square. ഇത്രയേ ഉള്ളൂ. If 25% of charge of A is transferred to B, A ന്റെ ചാർജിൽ 25% B ന് കൊടുത്തു, then force between the charges becomes, അപ്പൊ അടുത്ത കേസാണ് 25% ആർക്ക് കൊടുത്തു? ബിന് കൊടുത്തു. അപ്പൊ എന്റെ 25% ബിന് കൊടുത്തപ്പോ ബിന്റെ ചാർജ് എന്താകും?
new charge B. B ന്റെ ചാർജ് B ഡാഷ് എന്ന് വിളിക്കാം. അവന്റെ ചാർജ് മൈനസ് ക്യൂ, എന്റെ 25% ആണ് കൊടുത്തത്, പ്ലസ് 25/100 ഓഫ് ക്യൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 75 ക്യൂ ബൈ 100. അപ്പൊ ബി ഡാഷിന്റെ പുതിയ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് 75 ക്യൂ ബൈ 100. എന്റെ 25% ബിന് കൊടുത്തു. അപ്പൊ എന്റെ ചാർജ് കുറയും, ബിക്കോസ് എന്റെ ചാർജിൽ 25% ബിന് കൊടുത്തു. അപ്പൊ എന്റെ ചാർജ് കുറയും. എന്റെ ചാർജ് എത്രയാകും? ക്യൂ മൈനസ് 25/100 ക്യൂ. എന്റെ ചാർജ് 25% കുറയും, ബിന് 25% എക്സ്ട്രാ കിട്ടും. അപ്പൊ ഇത് എത്ര വരും? 100 minus 25, that will be 75 q by 100. Okay. So A dash കിട്ടി, B dash കിട്ടി മക്കളെ. ഇപ്പൊ ഫോഴ്സ് എന്ത് എഴുതും നമ്മൾ? F dash is equal to K into the, let me write the charges, minus 75q by 100 into 75q, the positive value, into 100, divide by 100 by r square. ഡിസ്റ്റൻസ് മാറി എന്ന് അവർ പറയുന്നില്ല. ഡിസ്റ്റൻസ് മാറി എന്ന് ക്വസ്റ്റ്യൻ പറയാത്തത് കൊണ്ട് ഡിസ്റ്റൻസ് മാറി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം ക്യൂവും മൈനസ് ക്യൂവും ആയിരുന്നു ചാർജസ്. ഇപ്പൊ ചാർജസ് എന്തായി? എ അവന്റെ 25% ചാർജ് ബിന് കൊടുത്തു, ബിന് കൂടുതൽ ചാർജ് കിട്ടി, എന്റെ ചാർജ് കുറഞ്ഞു. എന്റെ ചാർജ് ആദ്യം ഉണ്ടായിരുന്നതിന്റെ 75/100 ക്യൂവേ ഉള്ളൂ, ബിന്റെ കൂടി മൈനസ് 75 ക്യൂ ബൈ 100 ആയി. ഈ മക്കളൊന്നുമില്ല, രണ്ടിന്റെയും റേഷ്യോ എടുക്കുക. This is equation 1 and this is our equation 2. Take the ratio of both the equations. റേഷ്യോ എടുക്കുമ്പോൾ കുറെ ടേംസ് ക്യാൻസൽ ആയി പോകും. റേഷ്യോ എടുത്ത് കഴിയുമ്പോൾ എഫ് ഡാഷ് ബൈ എഫ് ഇസ് ഈക്വൽ ടു, നോക്കാം, കെയും കെയും ക്യാൻസൽ ആയി പോകും, ക്യൂ മൈനസ് ക്യൂ, ക്യൂ ക്യൂ ഒരു മൈനസ് ക്യാൻസൽ ആയി, ആർ സ്ക്വയർ ക്യാൻസൽ ആയി. സോ മക്കളെ ബാക്കിയുള്ളത് ഇവിടെ 75/100 ആണ്, 3/4. 75/100 ആണ്, 3/4. ബാക്കിയുള്ളത് എഫ് ഡാഷിൽ ബാക്കിയുള്ളത് 3/4 into 3/4. താഴെ എഫില് ബാക്കിയുള്ളത്, എഫിലൊന്നും ബാക്കിയില്ല. So that is equal to 9/16. So f dash will be corresponding to 9/16 f. 9/16 f. So option C is the right answer for the question. So മക്കളെ രണ്ട് കേസേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ചാർജ് ഉണ്ട്, എന്റെ 25% നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയത് ആർക്കാ കിട്ടിയത്? ബിനാണ് കിട്ടിയത്. അപ്പൊ എന്റെ ചാർജ് 75 ക്യൂ ബൈ 100 വന്നു, ബിന്റെ ചാർജ് കൂടി. അത് വെച്ച് ഒരു പുതിയ ഇക്വേഷൻ എഴുതി ഫോഴ്സിന്, and then take the ratio of both the equations and you're going to get the answer, which is equal to 9/16 of f. അപ്പൊ നമുക്ക് സി കിട്ടുന്നത് 9/16 of f ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കളെ? Are you able to follow me? Yes. ഇനി അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ചോദ്യം. The given figure gives electric lines of force due to two charges Q1 and Q2. What are the signs of the two charges? മക്കളെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് starts from a positive charge and ends in a negative charge. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ആകും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ചാർജിലും വന്ന് എൻഡ് ചെയ്യുവല്ലേ? ആണോ? അല്ലേ? Yes, sir. Only Hadi is here. Where are my remaining students? Yes, sir. Yes, sir. Yes, sir. Yes. So
Q1 and Q2. The charge is ending at Q1 and Q2. അപ്പൊ Q1 Q2 എന്തായിരിക്കും മക്കളെ പറയാമോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ Q1 Q2 പറഞ്ഞേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞേ? സ്റ്റാർട്ട്സ് ഫ്രം Positive. Starts from a positive charge, ends in a Negative charge. അപ്പൊ ഇവിടെ രണ്ടിലും എൻഡ് ചെയ്യുമല്ലേ ചെയ്യുന്നേ? Q1ലും എൻഡ് ചെയ്യുന്നു, Q2ലും എൻഡ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദ ഫിഗർ. അപ്പൊ Q1 Q2 എന്തായിരിക്കും? Negative charge. നെഗറ്റീവ് ആയിരിക്കും. വിശ്വ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോസിറ്റീവ് ചാർജ്, എൻഡ്സ് ഇൻ എ നെഗറ്റീവ് ചാർജ്. ഇവിടെ രണ്ടിലും എൻഡ് ചെയ്യുകയാണ്. രണ്ടിലും എൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, നിസ്സംശയം പറയാം, രണ്ടും നെഗറ്റീവ് ആണ്. Both Q1 and Q2 are negative. Both are negative. Option C is the right answer for that. Next question. An electric dipole is placed at an angle of 30 degree with an electric field intensity 2 into 10 raised to 5 Newton per coulomb. A electric dipole is placed at an angle of 30 degree with an electric field intensity. Electric field intensity എന്ന് പറഞ്ഞ മക്കളെ പ്രത്യേകിച്ച് ഒന്നുമില്ല. It's the electric field itself. Electric fieldനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വിളിക്കാം, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കാം, ചുമ്മാ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് തന്നെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ? 2 into 10 raised to 5 Newton per coulomb. Electric field. Electric dipole is placed at an angle of 30 degree. അപ്പൊ തീറ്റ വന്നിട്ടുണ്ട് 30 ഡിഗ്രിയിലാണ് വെക്കുന്നത് ഡൈപോളിനെ. ഡൈപോൾ ആണ്. ഡൈപോൾ എന്ന് വെച്ചാൽ എന്താ? -Q plus Q place at 30 degree. It experiences a torque equal to 4 Newton. But torque തന്നിട്ടുണ്ട്. Torque is equal to 4 Newton meter. The charge on the dipole if the dipole length is 2 centimeter. Q ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. ഡൈപോളിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് 2a, ടോട്ടൽ ലെങ്ത് ഓഫ് ഡൈപോൾ 2a. 2a is equal to 2 centimeter. ഓക്കെ, ഇത്രയും ഡേറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത് അവിടെ ക്വസ്റ്റ്യനിൽ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ മറക്കരുത്. 2a ആണ് ഡിസ്റ്റൻസ് ഡൈപോളിന്റെ, that is equal to 2 into 10 raised to -2 meters. വേണ്ടത് ചാർജ് ആണ്. ടോർക്ക് അറിയാം, ഫീൽഡ് അറിയാം. നമുക്കറിയാം ടോർക്ക് is equal to P cross C ആണ് നമ്മുടെ ഫോർമുല. Torque is equal to P cross C. Or you can write torque is equal to PE sin theta ആണ് നമ്മുടെ ഫോർമുല. അല്ലെങ്കിൽ ടോർക്ക് is equal to P എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ്. എങ്ങനെ എഴുതും? പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് into the distance between them. ഇപ്പൊ നമുക്ക് എല്ലാ ടേംസും അറിയാം. സോ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. എല്ലാ ടേംസും നമുക്കറിയാം. സോ പെട്ടെന്ന് ഫൈനൽ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോർക്ക് എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. ക്യൂവിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. 2a ന്റെ വാല്യൂ 2 into 10 raised to -2 ആണ്. E ന്റെ വാല്യൂ 2 into 10 raised to 5 ആണ്. sin theta sin 30 ആണ്. സോ നമുക്ക് ഇവിടുന്ന് Q കണ്ടുപിടിക്കാം. Q will be, ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു 2 പോയി, ഇത് 1 ആയി മാറി. sin 30 എന്ന് വെച്ചാൽ 1/2 ആണ്. അതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും. 10 raised to -2, 10 raised to 5 ഉണ്ട്, 10 raised to 3 വരും. താഴത്തേക്ക് മുകളിലൊക്കെ വരുമ്പോൾ 10 raised to -3. സോ മക്കളെ 2 മില്ലി കൂളുംബ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. 2 മില്ലി കൂളുംബ് is the value. Option B is the value. So torque is equal to Q into 2a into E sin theta. അപ്പൊ Q into E sin theta വാല്യൂ നമുക്ക് 2 മില്ലി കൂളുംബ് എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല എന്താ? Torque is equal to P cross C. Torque is equal to PE sin theta is the formula we are using. Okay, മനസ്സിലായോ? ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരു ടിപ്പിക്കൽ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻ. കീമിനൊക്കെ ഇത് വരാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാറി ചെയ്യിക്കുന്നത് കീമിനും നീറ്റിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്.
ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം കേട്ടോ. കിരണ് മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയണോ ഹദി? ഒന്നുകൂടെ റിപ്പീറ്റ്. വിശ്വക്ക് ഏത് പോയിന്റ് ക്ലിയർ ആവാത്ത? വിശ്വ ഫോർമുല നമ്മൾ ടോർക്ക് ഈക്വൽ ടു പി ക്രോസ് സി എന്നാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ ടോർക്ക് എന്ന് വെച്ചാൽ പി സൈൻ തീറ്റ എഴുതാം നമുക്ക്. അപ്പൊ പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പി എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ പി എന്ന് വെച്ചാൽ ക്യൂ ഇൻറ്റു 2a, അതാണ് ഫോർമുല. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ക്യൂ ഇൻറ്റു 2a. അപ്പൊ പി ക്യൂ ഇൻറ്റു 2a ഇൻറ്റു ഇ സൈൻ തീറ്റ. തീറ്റ അവിടെ 30 ഡിഗ്രി ആണ്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ടോർക്കിന്റെ വാല്യൂ നമുക്കറിയാം, ക്യൂ മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. 2a വാല്യൂ അറിയാം, 2 സെന്റിമീറ്റർ ആണ്, അതുകൊണ്ടാണ് 2 × 10⁻⁻² 2 ഇട്ടത്. പിന്നെ ഇന്റെ വാല്യൂ അറിയാം, സൈൻ തീറ്റയുടെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, വിശ്വക്ക് ഏത് പോയിന്റ് മനസ്സിലാവാത്ത കേട്ടാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്ലിയർ. ഓക്കെ, ഫൈൻ. റോസ Yes, sir. മനസ്സിലായോ? Sir, 2a is equal to 2 into 10⁻⁻² എങ്ങനെ വന്ന് മനസ്സിലായത്? അവർ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില് ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത് 2a ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് മൈനസ് ക്യൂവും പ്ലസ് ക്യൂവിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡൈപോൾ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a ആണ്. ഓക്കെ, ഇപ്പൊ 2a അല്ലെങ്കിൽ ചിലപ്പോൾ 2l എന്നൊക്കെ കാണിക്കും. ഞാൻ കുറച്ചും ഇക്വേഷൻ എഴുതിയപ്പോ ഡൈപോളിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഞാൻ 2l എന്നാണ് എടുത്തത്. അപ്പൊ ഒന്നല്ലെങ്കിൽ 2l എന്ന് എടുക്കാം, അല്ലെങ്കിൽ 2a എന്ന് എടുക്കാം. അപ്പൊ ഇത് ഡൈപോളിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. നമ്മൾ l എന്ന് ചിലപ്പോൾ ക്വസ്റ്റിന് l എന്ന് എടുത്തു പറഞ്ഞാൽ l എന്ന് എടുക്കേണ്ടി വരും. അപ്പൊ 2a എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 2a എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 2l എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് അത് തന്നെയാണ്, ഡൈപോളിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. 2a ആണ് നമ്മുടെ ഡൈപോളിന്റെ ലെങ്ത്, അതാണ് അവർ 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. മനസ്സിലായോ? Yes, sir. അന്ന മനസ്സിലായി സർ. So let's move to the next question. എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ ഇത്? Shall we move to the next question? Yes, sir. എല്ലാരും പറയൂ. Yes, sir. Yes, sir. Yes, sir. Okay. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ്. നീറ്റ് ലെവലില്, കീം ലെവലില് നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അടുത്തത് ഫ്ലക്സ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിക്കണം, ഇത് മനസ്സിലായ എളുപ്പമാണ്. 22. What is the flux through a cube of side A if a point charge of Q is at one of its corner? അതായത് നമുക്കൊരു ക്യൂബ് ഉണ്ട് ക്വസ്റ്റ്യനില് ഒരു ക്യൂബ് ഉണ്ട് 22-ല്. ഈ ക്യൂബിന്റെ ഒരു കോർണറിൽ ഒരു ചാർജ് ഇരിക്കുന്നു. ഓക്കെ, ക്യൂബിന്റെ ഒരു കോർണറിൽ ഒരു ചാർജ് ഇരിക്കുന്നു. അപ്പൊ മക്കളെ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജ് ക്യൂബിന്റെ കോർണറിലാണ് ഇരിക്കുന്നത്, അല്ലെ? ക്യൂബിന്റെ കോർണറിൽ, സോറി, ക്യൂ എന്ന് പറയുന്നത് ഈ ക്യൂബിന്റെ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഗോസസ് ലോ, ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്ലക്സ് is equal to 1/ε0 times the charge enclosed by the surface എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ഇമാജിനേഷൻ യൂസ് ചെയ്യണം. എന്റെ ചാർജ് ഇരിക്കുന്നത് ഒരു കോർണറിലാണ്. ഈ കോർണറിൽ ഇരിക്കുന്ന ചാർജിനെ എൻക്ലോസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എത്ര ക്യൂബ് അവന്റെ ചുറ്റുമായിട്ട് വെക്കണം എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എൻക്ലോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവന്റെ ബാക്കില് ഞാൻ എന്തായാലും ഒരു ക്യൂബ് വെക്കണം, ഇങ്ങനെ ഒരു ക്യൂബ് വെക്കണം. അവന്റെ ഈ സൈഡില് ഒരു ക്യൂബ് വെക്കണം, ഫ്രണ്ടില് ഈ സൈഡിലും ക്യൂബ് വെക്കണം. അപ്പൊ 4 ക്യൂബ് അവന്റെ ചുറ്റും വെച്ചാൽ, നിങ്ങൾ ഇമാജിൻ ചെയ്യണേ, 4 ക്യൂബും ഇവന്റെ ചുറ്റും വെച്ചാൽ ഇവൻ എൻക്ലോസ്ഡ് ആയിട്ടില്ല ഫുള്ളി, കാരണം ഇതൊരു കോർണറിലാണ്.
അതേപോലെ 4 ക്യൂബ് കൂടി ഇവന്റെ മുകളിൽ വെച്ചാൽ ഈ ചാർജ് എൻക്ലോസ്ഡ് ആയി. അപ്പൊ 8 ക്യൂബ് വെച്ചാലാണ് ഇവൻ എൻക്ലോസ്ഡ് ആവത്തുള്ളൂ. അതേസമയം സപ്പോസ് ഈ പറഞ്ഞ നമ്മുടെ ചാർജ് ഒരു ഫേസിലായിരുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് ഇവിടെ ഇരിക്കുക ഒരു ഫേസിൽ. ഇത് ഈ ചാർജ് എൻക്ലോസ് ചെയ്യാൻ എത്ര ക്യൂബ് വേണം നമുക്ക് പറയാമോ? ചാർജ് എൻക്ലോസ് ചെയ്യണം ക്യൂബ് വെച്ചിട്ട്. വേണ്ട, 4 വേണ്ട, ഇവിടെ ഒരു ക്യൂബ് വെച്ചാൽ പോരെ. അത് ആ ക്യൂബിനകത്തായി പോയില്ലേ, എൻക്ലോസ്ഡ് ആയി പോയില്ലേ. ഫേസിലിരിക്കുമ്പോ ഇവിടെ ഒരു ക്യൂബ് വെച്ചാൽ മതി, അത് എൻക്ലോസ്ഡ് ആയി പോയി. മനസ്സിലായോ? സോ കോർണറിൽ വെച്ചപ്പോ 8 ക്യൂബ് വേണം എൻക്ലോസ് ചെയ്യാൻ. ഫേസിൽ വെക്കുമ്പോ ഒറ്റ ക്യൂബ് മതി. ഇനി സപ്പോസ് ഈ ഇവിടെ ഇരുന്ന് എന്ന് വിചാരിച്ചു, എഡ്ജിലാണെങ്കിൽ എത്ര ക്യൂബ് വേണ്ടത്? ഇമാജിൻ എഡ്ജിലാണെങ്കിൽ എഡ്ജിലാണ് ഏത് ക്യൂബ് വേണ്ടവരും? 4 ക്യൂബ് വേണ്ടവരും എൻക്ലോസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ സാർ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ എന്റെ വീഡിയോയിൽ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇത് എന്റെ ഒരു ഫേസ് ആണ് വിചാരിച്ചു. ദിസ് ഇസ് മൈ ഫേസ്. ഓക്കെ, ഇത് എന്റെ ഫേസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആരിയ്ക്കുന്നത്? എന്റെ ചാർജ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചാർജിനെ എനിക്ക് എൻക്ലോസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? അവിടെ ഇരിക്കുന്ന ചാർജ് എൻക്ലോസ് ചെയ്യാൻ വെച്ചു. ഇപ്പൊ എൻക്ലോസ്ഡ് ആയില്ലേ ചാർജ്? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ചാർജിനെ എൻക്ലോസ് ചെയ്യാൻ ഇവിടെ ഒരു ക്യൂബും കൂടി വെച്ചാൽ മതി, എൻക്ലോസ്ഡ് ആയി. എന്നാൽ ഈ കോർണറിലാണ് ഇരിക്കുന്നത് വിചാരിച്ചു. ഈ കോർണറിൽ ചാർജ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവനെ എൻക്ലോസ് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരെണ്ണം വെച്ചു. അത് എൻക്ലോസ്ഡ് ആയ മോളെ? എൻക്ലോസ്ഡ് ആയ മക്കളെ? ഇല്ലല്ലോ, ഈ കോർണറിലാണ് ഇരിക്കുന്നേ. അപ്പൊ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വെക്കണം ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം വെക്കണം, എന്നാലും എൻക്ലോസ്ഡ് ആവില്ല. മോളിൽ നോക്കുമ്പോൾ എനിക്ക് ചാർജിനെ കാണാൻ പറ്റും. മോളിൽ നിന്ന് എനിക്ക് ചാർജിനെ കാണരുത്, അപ്പൊ മോളിലും വെക്കും. അങ്ങനെ 4 എണ്ണം. അതാണ് സാറ് പറഞ്ഞത് 8 എണ്ണം വെക്കണം, അത് എൻക്ലോസ്ഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് അത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഇത്രയാണ്. കോർണറിൽ വെച്ചാൽ 8 ക്യൂബ് എൻക്ലോസ് ചെയ്യാൻ വേണം. കോർണറിൽ വെച്ചാൽ 8, സൈഡിൽ വെച്ചാൽ 4, ഫേസിൽ വെച്ചാൽ ഏതെങ്കിലും ഒരു ഫേസിൽ വെച്ചാൽ 2 എണ്ണം. അപ്പൊ കോർണറിൽ വെച്ചാൽ 8, സൈഡിൽ വെച്ചാൽ 4, ഫേസിൽ വെച്ചാൽ 2. അത്രയുണ്ടെങ്കിലേ നമുക്ക് അവനെ എൻക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയും ഇവന്റെ സെന്ററിലാണെന്ന് വിചാരിച്ചോ, ഈ ക്യൂബിന്റെ സെന്ററിലാണ് ഓൾറെഡി ഇരിക്കുന്നതെങ്കിൽ ഒന്നും വേണ്ട, ഒരെണ്ണം മതി എൻക്ലോസ് ചെയ്യാൻ. ഓൾറെഡി ഒരു ക്യൂബ് ഉണ്ടല്ലോ, ആ ക്യൂബിനകത്തായിരിക്കും ഇരിക്കുന്നത്, വേറെ എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ the final answer depends on the number of cubes we need to enclose it. ഇവിടെ കോർണറിൽ വെക്കുമ്പോൾ 8 ക്യൂബ് ആണ് നമുക്ക് വേണ്ടത്. സോ മക്കളെ, ഫ്ലക്സ് വിൽ ബി കറസ്പോണ്ടിങ് ടു 1/8 epsilon 0 Q enclosed. സോ Q/8 epsilon 0 ആണ് മക്കളെ ഇവിടെ ആൻസർ വരുന്നത്. എഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ Q by എത്ര വരും പറയാമോ? എഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ Q by edge or side, Q by 4 epsilon 0 വരും. ഫേസിലാണ് വെക്കുന്നതെങ്കിലോ Q by 2 epsilon 0 വരും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്യണം. വിത്തൗട്ട് ഇമാജിനേഷൻ നടക്കത്തില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ 4 ബുക്ക് എടുക്കണം. 4 ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. സാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ കാണിക്കാം. നിങ്ങൾ ഒന്നുകൂടെ സ്ട്രേറ്റ് നോക്കൂ, ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാകാൻ വേണ്ടി. ഇതാണ് എന്റെ 4 ബുക്ക്. ഈ 4 ബുക്ക് ഞാൻ ഇവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ കോർണറില് എന്റെ ഒരു ചാർജ് ഇരിക്കുന്നുണ്ട്. അവനെ എൻക്ലോസ് ചെയ്യാൻ എനിക്ക് 4 ബുക്ക് മാത്രം പോരാ. ഇവിടെ ഒരു ക്യൂബ് വെക്കണം. ഞാൻ ഇവിടെ ഒരു ക്യൂബ് വെച്ചു, എന്നാലും ഇത് എൻക്ലോസ്ഡ് ആയിട്ടില്ല. എനിക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ ഈ കോർണറിൽ ഇരിക്കുന്ന ചാർജിനെ കാണാം. അപ്പൊ ഈ താഴെ 4 വെച്ച പോലെ മുകളിലും 4 വെച്ചാലേ ഈ ചാർജ് ഫുള്ളി എൻക്ലോസ്ഡ് ആകത്തുള്ളൂ. അതാണ് അതിന്റെ ലോജിക്. ഇപ്പൊ എഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇവന്റെ എഡ്ജിലാണ് ഓരോ ഇരിക്കുന്നതെങ്കിൽ മുകളിൽ വെച്ചു, എൻക്ലോസ്ഡ് ആയിട്ടില്ല. ഇവിടെ വെച്ചു, എൻക്ലോസ്ഡ് ആയിട്ടില്ല. ഇങ്ങനെ വെച്ചു, ഫുള്ളി എൻക്ലോസ്ഡ് ആയി.
അപ്പൊ അതാണ് ഐഡിയ. മക്കളൊന്നും ബുക്കൊക്കെ എടുത്തൊന്ന് വെച്ച് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കൃത്യമായിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ അത് മനസ്സിലാവും. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? Yes, sir. അല്ല, Clear ആണ്, clear ആണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് സാറിനോട് വൈകുന്നേരം ഒന്ന് പറയണം. മനസ്സിലായിട്ടില്ല എങ്കിൽ സാർ ഒന്നുകൂടെ ഇത് പറഞ്ഞുതരാം. ഓക്കെ. So let's move to the next question. A charge Q is enclosed by a Gaussian spherical surface of radius R. If the radius is doubled, then the outward flux will be. Flux in എന്ത് പറ്റും? Radius double ചെയ്താൽ, അതാണ് question. What will happen to the flux if the radius is doubled? ഞാൻ മക്കളോട് ചോദിച്ചോട്ടെ, ഇവിടെ റേഡിയസ് ഇസ് ഡബിൾഡ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ആ ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതിയാല് റേഡിയസിന്റെ ഇക്വേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഫ്ലക്സ് എന്താ എഴുതിയത്? 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ്, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. അവിടെ ഫ്ലക്സിന്റേതായ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ അവിടെ ഉണ്ടോ? ഫ്ലക്സിന്റേതായ എന്തെങ്കിലും ഒരു ടേം അവിടെ ഉണ്ടോ? സോറി, ഫ്ലക്സ് അല്ല, റേഡിയസിന്റേതായ എന്തെങ്കിലും ടേം അവിടെ ഉണ്ടോ? 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 ഇക്വേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആകെ ഇക്വേഷൻ കാണാൻ പറ്റുന്നത് ε0യും ചാർജും. അവിടെ റേഡിയസ് കാണാൻ പറ്റുന്നുണ്ടോ ഇക്വേഷനില്? കണ്ണ് കാണണല്ലേ മക്കളെ? ആ ഇക്വേഷന് റേഡിയസിന്റെ R കാണുന്നുണ്ടോ ഇക്വേഷനില്? No, sir. ഇല്ല, R ഇല്ല അവിടെ. അവിടെ ആകെ ഉള്ളത് ε0യും Q എൻക്ലോസ്ഡും ആണ്. അതിന്റെ അർത്ഥം എന്താ? If the radius is doubled or tripled or whatever happens to the radius, it doesn't bother us. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. Because ഇവിടെ R ഇല്ല, ഇവിടെ റേഡിയസ് ഇല്ല ഇക്വേഷനിൽ. So it remains the same. The flux does not change. Flux is equal to 1/ε0 times the charge enclosed ആണ്. ഇവിടെ R-നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. It doesn't depend on R. It remains the same. അപ്പൊ റേഡിയസ് ഡബിൾ ആക്കോ, ട്രിപ്പിൾ ആക്കോ, ഹാഫ് ആക്കോ, എന്ത് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നമില്ല. It remains the same and that is the idea. Okay? Yes. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The electric field at a distance 3r/2 from the center of a charged conducting spherical shell. Charged conducting spherical shell. Okay? Charged conducting spherical shell of radius capital R. Radius capital R ആണ്. എന്താണ്? ചാർജ് ഉള്ള കണ്ടക്ടിങ് ആയിട്ടുള്ള സ്പെരിക്കൽ ഷെൽ ആണ്. മക്കളെ ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ലേ? സ്പിയറിന്, സോളിഡ് സ്പിയറിന്, ഹോളോ സ്പിയറിനൊക്കെ നമ്മൾ കണ്ടീഷൻ എഴുതിയില്ലേ? ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r/2 ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്ന് r/2 ഡിസ്റ്റൻസിൽ, അതായത് ഇവിടെ. അപ്പൊ ഈ r/2 എന്ന് പറയുന്നത് ആക്ച്വലി ഇൻസൈഡ് ദ സ്പിയർ. ഇതൊരു കണ്ടക്ടിങ് സ്പെരിക്കൽ ഷെല്ലാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ ഹോളോ സ്പിയർ തന്നെയാണ്. ഷെൽ എന്ന് പറഞ്ഞാൽ ഹോളോ സ്പിയർ തന്നെയാണ്. ഒരു ഹോളോ സ്പിയറിന്റെ ഉള്ളിൽ വാട്ട് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ്? മക്കളെ നോക്കി പറഞ്ഞാൽ മതി. ഒരു ഹോളോ സ്പിയറിന്റെ ഉള്ളിൽ വാട്ട് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ്? നോക്കി പറ. എഴുതിയെടുത്തില്ലേ? സീറോ അല്ലേ? കിരൺ പറഞ്ഞു. സീറോ ഉറക്കെ പറയൂട്ടാ. സീറോ. യെസ് കിരൺ, വെരി ഗുഡ്. 0 ആണ് അല്ലേ നീന? Yes, sir. ഞാൻ അതിലേക്ക് പോണോ? നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടത്. സാർ വേണമെങ്കിൽ അതിലേക്ക് ബാക്ക് ട്രേസ് ചെയ്യാം. നോക്കിക്കോ. ഇവിടെ നമ്മൾ സ്പിയർ എഴുതി. സ്പിയർ എവിടെ? സ്പിയർ. Yes, we have written a sphere here. Inside a solid conducting sphere, hollow conducting sphere. R less than capital R എന്ന് വെച്ചാൽ inside the sphere electric field 0 ആണ്. Inside the sphere electric field 0 ആണ്. That's the idea. Inside the sphere electric field is 0. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഇൻസൈഡ് അല്ല, ഏത് പോയിന്റ് ചോദിച്ചാലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. ഓക്കെ. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 31. 32 നമുക്ക് നോക്കാം. Hollow
insulated conducting sphere. Conducting sphere ആണ്. Given a positive charge 10 microcoulomb. അപ്പോൾ Q തന്നിട്ടുണ്ട് 10 microcoulomb. What will be the electric field at the center of the sphere if its radius is 2 meters? What is the answer, Makle? What is the electric field at the center of the sphere? Hollow conducting sphere. What is the electric field at the center? Zero. Zero. Adi, follow ചെയ്യാൻ പറ്റുണ്ടോ? Yes, sir. Vishwa? Yes, sir. Rafa? Yes, sir. Anna? Yes, sir. Kiran? Yes, sir. സാറേ ഈ സെന്റർ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞ ഇൻസൈഡ് ആയിരിക്കും എപ്പോഴും. സെന്റർ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നായിരിക്കും എന്റെ അർത്ഥം. സെന്റർ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ നമ്മുടെ ഈ സ്ഫിയറിന്റെ സെന്റർ മുതൽ സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന സെന്റർ അതാണ്ട് ഇവിടെയാണ്. അപ്പൊ സെന്റർ മുതൽ സർഫസ് വരെ ഫീൽഡ് 0 ആയിരിക്കും. മനസ്സിലായോ? പൊട്ടൻഷ്യൽ പക്ഷെ 0 അല്ല, മക്കൾ ഓർക്കണം. ഇൻസൈഡ് ഹോളോ സ്ഫിയർ പൊട്ടൻഷ്യൽ ഉണ്ടാകും. പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് KQ/R ആണ്. അപ്പൊ ഇൻസൈഡ് ഹോളോ സ്ഫിയർ ഫീൽഡ് 0 ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ 0 അല്ല. കേട്ടോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at a point in free space due to charge Q coulomb is Q into 10 raised to 11 volt. Electric field at that point is. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഫ്രീ സ്പേസിൽ ഒരു പോയിന്റിലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുന്നത്. അപ്പൊ നമുക്കൊരു ചാർജ് Q ഉണ്ട്. ഈ ചാർജ് Q കാരണം ഒരു ഡിസ്റ്റൻസ് R-ലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് അവർ പറയുന്നത് Q into 10 raised to 11 volt. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഫോർമുല എന്താ? V is equal to KQ/R ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല. പൊട്ടൻഷ്യലിന്റെ ഫോർമുല. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താ? KQ/R² ആണ് ഫോർമുല. അപ്പൊ Q എന്തായാലും നമുക്കറിയാം, R എന്താണെന്ന് അറിയണം. അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് R നമുക്ക് ഇങ്ങനെ എഴുതാം, KQ/V എന്ന് എഴുതാം. അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സെക്കൻഡ് ഇക്വേഷനിൽ. That will be KQ/R ന് പകരം KQ/V the whole square എന്ന് വരും. സോ മക്കളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് E is equal to KQ/K²Q² V മുകളിലേക്ക് വരും V². വിന്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു കെയും പോയി, ഒരു ക്യൂ പോയി, ബാക്കിയുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കുന്നു. 1/4πε0 ആണ് കെയുടെ വാല്യൂ ഇൻറ്റു ക്യൂ. വി എന്ന് പറഞ്ഞാൽ Q into 10 raised to 11 ആണ് the whole square. Okay, so that will be corresponding to എന്റെ ഈ 4/0 മുകളിലേക്ക് വന്നു by Q Q² into 10 raised to 22 എന്ന് വരും. ഹോൾ സ്ക്വയർ ആണ്. Q into 10 raised to 11 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ Q² into 10 raised to 22 എന്ന് വരും. ഒരു Q ക്യാൻസൽ ആയി. So finally electric field will be 4πε0 Q into 10 raised to 22. 4πε0 Q into 10 raised to 22. Option C ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. The value for electric field. അപ്പൊ മക്കളെ നമ്മൾ എന്താ ചെയ്തത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫോർമുല KQ/R ആണ്. നമ്മൾ ആ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഫോർമുല യൂസ് ചെയ്ത് R കണ്ടുപിടിച്ചു. R നമുക്ക് അറിയത്തില്ല ഡിസ്റ്റൻസ്. ആ R നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുലയെ കൊണ്ടിട്ടു, KQ/R² കൊണ്ടുപോയിട്ടു. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. മനസ്സിലായോ? ഇത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. Is it clear?
മനസ്സിലായോ? സർ പറയുമോളെ. മനസ്സിലായി സർ. വിശ്വ അതി റഫ യെസ് സർ മനസ്സിലായി. അല്ല യെസ് സർ മനസ്സിലായി. കിരൺ മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു. സാർ എപ്പോഴും പേര് വിളിക്കേണ്ട ആവശ്യമില്ല. മക്കൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. നിങ്ങൾ എന്നോടൊരു ഡൗട്ടും ചോദിക്കാറില്ല കേട്ടോ. വാട്സപ്പിലൊന്നും ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് സാറിന് അറിയാൻ നിങ്ങളത് ചോദിക്കുക. ചോദിച്ചതിന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ചോദിച്ചു കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് പോകും. എന്നാലേ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നല്ല മാർക്ക് മേടിക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിച്ചു പോകണം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. A conducting sphere of radius capital R is given a charge Q. The electric potential and the electric field at the center of the sphere respectively are. Potential and field എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്ത് സ്പിയർ ആണ്? കണ്ടക്ടിങ് സ്പിയർ ആണ്. കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിൽ ഉള്ളിൽ എന്തില്ല മക്കളെ? അറിയാവോ? കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിൽ ഉള്ളിൽ എന്തില്ല? എന്ത് സീറോ ആണ്? പറഞ്ഞേ കേക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ്. എല്ലാരും പറഞ്ഞേ. ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് അല്ലെ? പക്ഷെ പൊട്ടൻഷ്യൽ സീറോ ആണോ അകത്ത്? അല്ല, പൊട്ടൻഷ്യൽ സീറോ അല്ല. ദാറ്റ് ഇസ് KQ ബൈ ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അപ്പോ ഇവിടെ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്പിയർ ആണ് ചോദിക്കുന്നത്. സെന്റർ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ സീറോ അല്ല. Potential is KQ by R. K എന്ന് വെച്ചാൽ 1/4πε0 into Q by R. And field is 0 ആണ്. So option B is the right answer. തിരിഞ്ഞു പോകരുത് കേട്ടോ. നിങ്ങൾ ഓപ്ഷൻ എ ചാടി കയറി മാർക്ക് ചെയ്യരുത്. ഇവർ ആദ്യം പൊട്ടൻഷ്യൽ എന്നും പിന്നെ ഫീൽഡ് എന്നുമാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞിട്ടുള്ള ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്ത് പോകണം. തിരിഞ്ഞു പോകാൻ നിൽക്കരുത്. ഓർഡറിൽ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, ക്ലിയർ ആയോ? യെസ് സർ. യെസ് സർ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നമുക്ക് ഇതൊന്നും ചെയ്യാം. സാർ പറഞ്ഞപ്പോ ഒരു ടേം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ആദ്യം എക്സ്പ്ലനേഷൻസ് പറഞ്ഞപ്പോ ഞാൻ പറയാതിരുന്ന ഒരു കാര്യം. And that is the relationship between electric field and potential. Electric field is actually equal to minus the partial derivative of the voltage, അല്ലെങ്കിൽ potential gradient എന്ന് പറയും. Rho V by dou R. അതായത് ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യലിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ഇതിന് 2-3 ടേംസ് ഉണ്ട്. ഈ എക്സ് നമ്മൾ എഴുതുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്നാണ്. ഈ വൈ എഴുതുന്നത് മൈനസ് ഡോ വി ബൈ ഡോ വൈ എന്നാണ്. ഈ ഇസഡ് എഴുതുന്നത് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വി ബൈ ഡോ ഇസഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ചെയ്യണം നമ്മൾ. ഇത് മൂന്നും ചെയ്ത് ഈ എക്സ് കണ്ടുപിടിക്കണം, ഈ വൈ കണ്ടുപിടിക്കണം, ഈ ഇസഡ് കണ്ടുപിടിക്കണം. മക്കൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് അറിയില്ലെങ്കിൽ ഐഡിയ എത്രയേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കും. വൈയും ഇസഡും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ എക്സും ഇസഡും കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ എക്സും വൈയും കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഈ എക്സ് കണ്ടുപിടിക്കാം. ഈ എക്സ് കണ്ടുപിടിക്കുന്ന നമുക്ക് ശ്രദ്ധിച്ചോളൂ. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എക്സ്പ്രഷൻ അങ്ങ് എഴുതാം. 6xy minus y plus 2yz. ഓക്കെ, അപ്പോ ഡോയും ഡോ എക്സ് വരുന്ന ടേം ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും.
മക്കൾക്ക് അറിയാമായിരിക്കും ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് 0. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y സെക്കൻഡ് ടേം y ആണ്, കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0. 2yz തേർഡ് ടേം കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവും 0. ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 6xy. The derivative will be equal to 6y. The derivative will be equal to 6y. Okay. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് -6y. ഓക്കെ, ഡയറക്ഷൻ കൂടി എഴുതിയാൽ 6y i ക്യാപ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാല്യൂസ് x, y, z വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ y യുടെ വാല്യൂ 1 ആണ്, ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ -6i ക്യാപ്. ഓക്കെ, അതാണ് എനിക്ക് ഈ എക്സ് കിട്ടിയത്. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിന്റെ പോസിബിലിറ്റി ആയിട്ട്, ഒന്നല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഡി. ഇനി അടുത്തത് ഞാൻ ഈ വൈ ചെയ്യാൻ പോവാ. മക്കൾ ശ്രദ്ധിക്കണം, ഈ വൈ ചെയ്യുമ്പോ വൈ ഒഴികെ വരുന്ന ടേംസ് ഒന്നും എടുക്കില്ല, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും വൈ ചെയ്യുമ്പോൾ. അപ്പൊ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വി എന്ന് പറഞ്ഞാൽ എത്രയാ? 6xy മൈനസ് വൈ പ്ലസ് 2yz. ഇതാണ് നമ്മുടെ v എന്ന് പറയുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു y ആ മക്കളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ ടേമിൽ y ഉണ്ട്, ഇതിൽ y ഉണ്ട്, ഇതിലും y ഉണ്ട്. ഇപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y ഒഴികെ ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ മൈനസ് ഓഫ് 6x ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു y മൈനസ് മൈനസ് പ്ലസ് വരും. മൈനസ് പുറത്തെടുത്ത് കുഴപ്പമില്ല. -1 2yz എഴുതുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ +2z. ഇനി എക്സിന്റെ വൈന്റെയും ഇസന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ വാല്യൂ 1 ആണ്, ഇസന്റെ വാല്യൂ 0 ആണ്. സോ മൈനസ് ഓഫ് 6 മൈനസ് 1 2 into z is 0 5 -5. സോ മക്കളെ -5 j ക്യാപ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ആദ്യം -6 കിട്ടി, പിന്നെ -5 കിട്ടി. മക്കളെ ചെയ്യേണ്ട മെത്തേഡ് ഒന്നുകൂടെ സാർ പറയാം. നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ദ മൈനസ് ഡോ വി ബൈ ഡോ ആർ ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുലയാണത്, നിങ്ങളത് ഓർത്ത് വെക്കുക. ഇനി ഓർത്ത് വെക്കേണ്ടത് ഏത് ടേമിന്റെ നിങ്ങൾ ഡോ വി ബൈ ഡോ എക്സ് എഴുതാം, ഡോ വി ബൈ ഡോ വൈ എഴുതാം, മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ് എഴുതാം. നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ എക്സ് ഒഴികെയുള്ള എല്ലാ ടേംസും കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ വൈ ഒഴികെയുള്ള എല്ലാ ടേംസും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ ഇസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടേംസും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് വേണം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ. കേട്ടോ, മനസ്സിലായ മെത്തേഡ്? ഒന്നുകൂടെ പറയണോ? മനസ്സിലായി സർ. കിരൺ ചോദിച്ചോടാ, സംശയം ചോദിച്ചോടാ. കിരൺ ചോദിച്ചോട്ടെ. ഏതാടാ? മനസ്സിലായി സാറേ, കുഴപ്പമില്ല. ഡെറിവേറ്റീവ് എടുക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലെ? ഡെറിവേറ്റീവ് എടുക്കാൻ അറിയുന്നില്ലെങ്കിൽ പ്രശ്നം പറ്റും. ഡെറിവേറ്റീവ് എടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് സാർ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് മാത്രമായിട്ട് സാർ സെഷൻ ചെയ്തു തരാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെച്ച് തരാം സാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The work done in moving a charge plus q along the semicircle CRT. Okay, fine. ഒരു ചാർജിനെ പ്ലസ് ക്യൂവിനെ ഈ സെമി സർക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം. അതിനുള്ള വർക്ക് ഡൺ. മക്കൾ ഓർക്കേണ്ട വർക്ക് ഡണിന്റെ ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻ എന്ന് വെച്ചാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻടു ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ്. ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻടു ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എയില് ഒരു മൈനസ് പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ബിയില് ഒരു മൈനസ് ക്യൂ ചാർജ് ഇരിക്കുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2L ആണ്. എന്റെ അർത്ഥം ഇത് L ആണ്,
ഇത് L ആണ്, ഇത് റേഡിയസ് ആയതുകൊണ്ട് ഇതും L ആണ്. That is the meaning. C is a midpoint between A and B എന്ന് പറയുന്നുണ്ട്. C is a midpoint between A and B. അപ്പൊ 12 അതുകൊണ്ടാണ് നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ പ്ലസ് ക്യൂ എന്ന ചാർജിനെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ ക്യൂ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇൻറ്റു ഡെൽറ്റ വി. അപ്പൊ ഡെൽറ്റ വി എന്ന് വെച്ചാൽ ക്യൂ ഇൻറ്റു വി സിയിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് വി ഡിയിലുള്ള പൊട്ടൻഷ്യൽ. അപ്പൊ വി സി, സി എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്നത് രണ്ടുപേരാണ്. പ്ലസ് ക്യൂവും കോസ് ചെയ്യും, മൈനസ് ക്യൂവും കോസ് ചെയ്യും. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് വി സി? സിയിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 1/4πε0 Q plus Q by L plus 1/4πε0 minus Q by L. സോ മക്കളെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. അപ്പൊ വി സി എന്ന് പറയുന്നത് 0 ആണ്. വി സി ഇസ് ആക്ച്വലി 0. അപ്പൊ വി സിയുടെ വാല്യൂ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം അടുത്ത പോയിന്റ് എടുക്കണം. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ വാട്ട് ഷുഡ് വി ഡു? നെക്സ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് കാണിച്ചു തരാം സാർ. ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമ്മള് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കണം കേട്ടോ. സാർ ഇവിടെ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ആണ് എഴുതിയിട്ടുള്ളത്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ വേണം പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ എടുക്കാൻ. ഇനി ചിലപ്പോൾ സൈനിന് ഇവിടെ സൈൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് ആ സൈനിലുള്ള ഡിഫറൻസ് വരുമ്പോൾ വാല്യൂ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് കൊടുക്കുക. യു ഇൻറ്റു വി ഡി മൈനസ് വി സി. ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. സോ വി സി എന്തായാലും 0 ആയി. ഇനി വി ഡി കണ്ടുപിടിക്കാം. വി ഡി വിൽ ബി ഈക്വൽ ടു ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. അവിടെ രണ്ടുപേരാണ് കോസ് ചെയ്യുന്നത്, ഒന്ന് പ്ലസ് ക്യൂവും പിന്നെ മൈനസ് ക്യൂവും. പ്ലസ് ക്യൂവും ആ ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? L L L. അപ്പൊ 3L വരും. അപ്പൊ 1/4πε0 Q by 3L minus 1/4πε0 Q by മൈനസ് ആണെന്നുള്ള കണ്ടീഷൻ സാർ ഓൾറെഡി എടുത്തു, അതാണ് മൈനസ് വന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് എന്താ? L ഉള്ളൂ. ബി എന്നുള്ള ഡിസ്റ്റൻസ് L ഉള്ളൂ. ഫൈൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4πε0 നമുക്ക് പുറത്തേക്ക് എടുക്കാം, ക്യൂവിനെ പുറത്തേക്ക് എടുക്കാം, എല്ലിനെ പുറത്തേക്ക് എടുക്കാം. സോ ബ്രാക്കറ്റിൽ വരുന്നത് 1/3 മൈനസ് 1. 1/3 minus 1 എന്ന് പറയുമ്പോൾ this is going to be equal to 1/4πε0 Q by L minus 2/3. ഇങ്ങനെയാണ് മക്കളെ വരുന്നത്. അപ്പൊ നമുക്ക് വി ഡി കിട്ടി. അത് നമുക്ക് വി ഡിയും കിട്ടി, നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ വി സിയും കിട്ടി. അപ്പൊ നിങ്ങൾ എത്രയേ ഉള്ളൂ ചെയ്യാൻ? സിയിൽ നിന്ന് ഡി വരെ ഈ ചാർജിനെ കൊണ്ടുപോകാൻ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ. It does not depend on the path. It depends only on the initial and final point. C എന്ന പോയിന്റിനെയും D എന്ന പോയിന്റിനെയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. It does not depend on the path. It depends only on the initial and the final point. അപ്പോൾ work done is Q into delta V, VD minus VC. VC നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, ഡിസ്റ്റൻസ് എടുത്ത് മറക്കരുത്, എയിലും ബിയിലുമാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. VD എന്ത് കിട്ടി? VD is equal to 1/4πε0 Q by 3L എന്ന് കിട്ടി. ഓക്കെ, ഇനി അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് വരുമ്പോ Q by 3L അല്ല, മൈനസ് അതുകൊണ്ടുണ്ട് കേട്ടോ. 1/4πε0 Q by L സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 1/4πε0 Q by L മൈനസ് ഓഫ് 2/3. അപ്പൊ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫൈനൽ ഇക്വേഷൻ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു Q ഇൻറ്റു VD യുടെ വാല്യൂ മൈനസ് ഉണ്ട്, സോ മൈനസ് 1/4πε0 Q by L 2/3. ഒരു 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ താഴെ 6 വരും.
അപ്പോൾ മൈനസ് ക്യൂ ക്യൂ ബൈ 6πε0L അതാണ് വരുന്നത്. മൈനസ് ക്യൂ ക്യൂ ബൈ 6πε0L. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഞാനിവിടെ എന്ത് എഴുതണ്ട, വി സി എനിക്ക് എഴുതണ്ട, കാരണം വി സി 0 ആണ് കേട്ടോ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു വി ആണ്, ക്യൂ ഇൻറ്റു ഡെൽറ്റ വി ആണ്. നിങ്ങൾ ഓർക്കുക, വർക്ക് ഡൺ ഇസ് ക്യൂ ഇൻറ്റു ഡെൽറ്റ വി. നമ്മൾ എന്ത് ചെയ്തു, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ്, വി ഡി മൈനസ് വി സി ആണ് എന്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഞാൻ വി ഡി മൈനസ് വി സി എടുത്തു. വി ഡി മൈനസ് വി സി എടുത്തിട്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇസ് ക്യൂ ഇൻറ്റു വി ഡി മൈനസ് വി സി. So finally you're getting to the final answer. This is the final answer. Okay, നമുക്ക് മനസ്സിലായോ ചെയ്തത്? ഒന്നുകൂടെ പറയണോ സാറ്? Say something. മനസ്സിലായി സാർ. മനസ്സിലായി സർ. ബാക്കിയുള്ളവർ കുറഞ്ഞു പോയോ? സാറേ വീഡിയോയുടെ പോയിന്റിലൂടെ പറഞ്ഞു തരുമോ? ഏതാ മോളെ? വീഡിയോയുടെ വീഡിയോയുടെ നോക്കിക്കോ കേട്ടോ. വീഡിയോ നമ്മൾ ചെയ്തത് ഈ ഡിയില് പോസ് ചെയ്യുന്നത് സാർ ഇവിടെ നിന്ന് വരയ്ക്കാം. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഫിഗർ ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡി. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, മൈനസ് ക്യൂ ചാർജ് ഉള്ളത്. ഇവിടെയാണ് പ്ലസ് ക്യൂ ചാർജ് ഉള്ളത്. ഈ ഡിന്റെ അവിടെ പൊട്ടൻഷ്യൽ പോസ് ചെയ്യുന്നത് ഒന്ന് ഈ മൈനസ് ക്യൂ, ഇവരുടെ ഡിസ്റ്റൻസ് L ആണ്. രണ്ട് ഈ പ്ലസ് ക്യൂ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3L ആണ്. അതെങ്ങനെ കിട്ടിയേ? ഇത് L ആണ്, ഇത് L ആണ്, ഇത് L ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 3L ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3L ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണ്. പിന്നെ നമ്മുടെ ഫോർമുല 1/4πε0, അതായത് KQ/3L. അതാണ് പ്ലസ് ക്യൂ കാരണമുള്ളത് ഡിയില്. ഇനി അതുപോലെ കഴിഞ്ഞില്ല, ഈ മൈനസ് ക്യൂ കാരണമുള്ളതുണ്ട്. അപ്പൊ മൈനസ് ക്യൂന്റെ മൈനസ് ആണത്, മൈനസ് ക്യൂ ബൈ 1/4πε0 ഇൻറ്റു L. മനസ്സിലായോ? അപ്പോൾ ഡിയിൽ രണ്ട് പേരാ കോസ് ചെയ്യുന്നത്, പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും പൊട്ടൻഷ്യൽ കോസ് ചെയ്യും. പ്ലസ് ക്യൂന്റെ ഡിസ്റ്റൻസ് 3L ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. മറ്റൊരു ഡിസ്റ്റൻസ് L ഉള്ളൂ, അപ്പൊ മറ്റത് ഇങ്ങനെ എഴുതും. അപ്പൊ ഫൈനലി രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1/3 -1 എന്ന് പറഞ്ഞു, -2/3 ഇതാണ് കിട്ടുന്നത്. മനസ്സിലായോടാ? മനസ്സിലായി സർ. ഒന്നുകൂടെ പറയണോ? വേണ്ട, മനസ്സിലായി. Yes sir, മനസ്സിലായി. വിശ്വ, അതി, എല്ലാവർക്കും മനസ്സിലായോ? യെസ് സർ. അനിയനക്ക് മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കപ്പാസിറ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A network of 4 capacitors of capacity equal to C1 equal to C, C2 equal to 2C. അപ്പൊ ഞാൻ എഴുതി വെക്കാം. C1 ന്റെ വാല്യൂ C ആണ്, C2 ന്റെ വാല്യൂ 2C ആണ്, C3 ന്റെ വാല്യൂ 3C ആണ്, C4 ന്റെ വാല്യൂ 4C ആണ്. Are connected to a battery as shown in the figure. Ratio of charges on C2 and C4. C2ലും C4ലുമുള്ള ചാർജിന്റെ റേഷ്യോ Q2/Q4 ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ ടു എൻ കണക്ഷൻ ആണെങ്കിൽ അത് സീരീസ് ആണ് കപ്പാസിറ്റർ. ഇവിടെ ആരൊക്കെയാ സീരീസ്? ഫിഗർ നോക്കിയേ. C3 C2 N2N കണക്ഷൻ ആണ്, C2 C1 N2N കണക്ഷൻ ആണ്. അപ്പൊ ഇവര് മൂന്നുപേരും സീരീസ് ആണ്. C1 C2 C3 സീരീസ് ആണ്. നമുക്കറിയാം 1/C സീരീസ് is equal to 1/C1 plus 1/C2 plus 1/C3. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/C plus 1/2C plus 1/3C. C നമുക്ക് കോമൺ എടുക്കാം. സോ ബ്രാക്കറ്റിൽ ബാക്കി വരുന്നത് 1 plus 1/2 plus 1/3. സോ നമുക്ക് LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം ഇത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/C ഇൻറ്റു LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 വരും. അപ്പൊ ഇവിടെ 6 plus 3 plus 2/6 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് CS ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ CS will be corresponding to 6 into C divided by 9 plus 11. അപ്പൊ 6C/11 എന്നാണ് വരുന്നത്. അപ്പൊ C1ഉം C2ഉം C3യും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ this is a value. ഓക്കെ, ഇനി
ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് C1 C2 C3 ഇല്ലേ, ഈ ബ്രാഞ്ചും C4ഉം പാരലലാണ്. C1 C2 C3 എന്ന ബ്രാഞ്ചും C4 എന്ന ഈ സ്ഥലവും പാരലലാണ് ടു ഈച്ച് അതർ. അപ്പൊ ഈ ഒരു കോമ്പിനേഷനും ഇവനും പാരലലാണ്. പാരലൽ എന്ന് പറയുമ്പോൾ അവൻ അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ C4 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? V ആണ് C4 അക്രോസ് ഉള്ള വോൾട്ടേജ്. അതുപോലെ C1 C2 C3യുടെ കോമ്പിനേഷൻ അക്രോസ് ഉള്ള വോൾട്ടേജും V ആണ്. അപ്പൊ C4 അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്, C1 C2 C3യുടെ കോമ്പിനേഷൻ അക്രോസ് ഉള്ള വോൾട്ടേജും V ആണ്. ഓക്കെ, അപ്പോ C4 അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണെങ്കിൽ നമുക്ക് അവന്റെ ചാർജ് കണ്ടുപിടിക്കാം. എങ്ങനെ? Q4 is equal to C4 into V. അപ്പൊ Q4 is equal to C4ന്റെ വാല്യൂ 4C ആണ് into V. അപ്പൊ Q4 കിട്ടി, ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. Q2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വോൾട്ടേജ് അറിയാം, ഈക്വലന്റ് കപ്പാസിറ്റൻസ് അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം C3യിലൂടെയും C2യിലൂടെയും C1യിലൂടെയും ചാർജ് സെയിം ആയിരിക്കും, കാരണം അത് സീരീസ് ആണ്. അപ്പൊ നമുക്ക് Q2 കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ആദ്യം തന്നെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് വേണം എടുക്കാൻ. CS ആദ്യം CS എടുക്കണം. അപ്പൊ Q is equal to CV ആണ്. അപ്പൊ Q2 is equal to CS into V ആണ്. അപ്പൊ that will be corresponding to, or Q2 നേടാം. ഓക്കെ, that will be corresponding to 6C by 11 into V. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ 3 കപ്പാസിറ്ററുടെയുള്ള ചാർജ് സെയിം ആണ്. ഈ 3 കപ്പാസിറ്ററുടെയും ചാർജ് സെയിം ആണ് പോകുന്നത്. അപ്പോൾ 6C by 11 into V എന്ന് വരും. നമുക്ക് വേണ്ടത് Q2 by Q4 റേഷ്യോ അല്ല വേണ്ടത്, റേഷ്യോ ഇട്ട് കണ്ടുപിടിക്കാം. 6CV by 11 by 4CV. അപ്പോൾ CV ക്യാൻസൽ ആയി, ഇവിടെ 3 ഇവിടെ 2, 3 by 22 എന്ന് വരും. ഓപ്ഷൻ ബി is the right answer. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കണം. അപ്പൊ സാർ എന്താ ചെയ്തത്? C1ഉം C2ഉം C3യും സീരീസ് ആണ്. സീരീസിന്റെ ഫോർമുല 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 ആണ് ഫോർമുല. സീരീസിന്റെ ഫോർമുല യൂസ് ചെയ്തു, ഞാൻ സീരീസിന്റെ ഈക്വലന്റ് വാല്യൂ കണ്ടുപിടിച്ചു. 6C by 11. എനിക്ക് Q4 വേണമായിരുന്നു. C4ഉം ഈ സീരീസിലുള്ള കോമ്പിനേഷനും they are parallel to each other. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? Q4ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്, C4ന്റെ അക്രോസ് ഉള്ളത്. അപ്പോ Q4 equal to 4C into V, അത് കിട്ടി. ഇനി Q2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? Q2 എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് C1നും C2നും C3നും സെയിം ചാർജ് ആണ്, they are in series. അപ്പോ നമുക്ക് Q2 equal to C effective ഇതാണ് into V. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6C by 11 into V, you are getting അത് കിട്ടി. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാരണം Q2 by Q4 ആണ് വേണ്ടത്. അത് ഞാൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മോളിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. And you are getting the answer here. This is the final answer. നമുക്ക് കിട്ടുന്നത് 3/22 എന്നാണ് കിട്ടുന്നത്. 3/22. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. ഓക്കെ, മനസ്സിലായോ മക്കളെ? Yes, sir. Okay, fine. So that is the final answer you're going to get for this question. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 43 പറയുന്നത് 3 capacitors നമ്മുടെ കയ്യിലുണ്ട്. Each of capacitance 4 microfarad. Connected in such a way that effective capacitance is 6 microfarad. This can be done by. ഇത് നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, 3 കപ്പാസിറ്റർ ആണ് ഉള്ളത്. സീരീസിൽ 3 കൂടി കണക്ട് ചെയ്താൽ എന്ത് പറ്റും, പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് പറ്റും എന്നൊക്കെ ആലോചിച്ച് നോക്കാം. എന്തായാലും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ കിട്ടത്തില്ല, കാരണം നമുക്കറിയാം പാരലൽ എന്ന് പറയുമ്പോൾ C1 plus C2 plus C3 ആണ് ഫോർമുല. അപ്പൊ 4 plus 4 plus 4 എത്ര വരും? 12 വരും. അപ്പൊ എല്ലാം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ നോക്കാം. 2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും, ഒരെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, 2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 8 വരും. സീരീസിന്റെ ഈക്വലന്റ്, കാരണം 4 plus 4 8, 8ഉം 6ഉം, അതും ബുദ്ധിമുട്ടാണ്. മറ്റൊരു ഓപ്ഷൻ 2 പേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, അതിന് അക്രോസ് ഒരാളെ പാരലൽ ആയിട്ട്. ഇത് ട്രയൽ ആൻഡ് എറർ, ഇത് ഓരോന്ന് ചെയ്ത് നോക്കണം പോസിബിലിറ്റീസ്.
ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് 4 ഇത് 4 അല്ലേ, ഇത് എത്രയാ 4. അപ്പൊ എന്ത് പറ്റും, 4ഉം 4ഉം സീരീസ് വെക്കുമ്പോൾ നമ്മുടെ ലോ അനുസരിച്ച് 1/CS is equal to 1/C1 plus 1/C2 അനുസരിച്ച് 1/4 plus 1/4 that will be 2/4 that will be 2. യെസ്, ഇതിന്റെ ഈക്വലന്റ് മക്കളെ 2 വരും. അപ്പൊ ഫൈനലി എന്താ പറ്റുന്നത്, ഇതിന്റെ ഈക്വലന്റ് 2 വരും അല്ലെ. ഈ 2ഉം ഈ 4ഉം പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ 6 വരും. അപ്പൊ രണ്ടുപേരെ സീരീസിലും 1 in parallel. Option C is the right answer for the question. Okay, ഇത് ട്രയൽ ആൻഡ് എറർ ചെയ്യണം. ഓരോ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. സാർ ഇപ്പൊ ചെയ്തു നോക്കിയില്ലേ, അതുപോലെ ചെയ്തു നോക്കണം. 3 പാരലൽ ആയിട്ട് വെച്ചാൽ എത്ര വരും, 2 സീരീസും 1 പാരലൽ ആയിട്ട് വെച്ചാൽ എത്ര വരും, 2 പാരലും 1 സീരീസും വെച്ചാൽ എത്ര വരും. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം 1 by 1. എന്നാലേ ഇതിന് ആൻസർ കിട്ടത്തുള്ളൂ. മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? എല്ലാവർക്കും മനസ്സിലായോ? ഹദി ആൻഡ് കിരൺ, ഹദി മനസ്സിലായി സാർ. സോ മക്കളെ, നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഫോർമുലാസ് ഒക്കെ പഠിക്കുക, നമ്മുടെ ബുക്ക് നോക്കി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഹയർ ലെവൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലാത്തതുകൊണ്ട് ഞാനത് നോയിങ്ലി സ്കിപ്പ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഹയർ ലെവലില്. നമുക്കത് വേണമെങ്കിൽ ഞാനത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഞാനത് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്ത് തരാം. നമുക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്തു തരാം. ഓക്കെ, സോ നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കൂടാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ സൊല്യൂഷൻസ് നോക്കണം. സൊല്യൂഷൻസ് നോക്കി മനസ്സിലാവാതെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം. നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഞാൻ ഹോംവർക്ക് 1-2 ആയിട്ട് തരുന്നില്ല, കാരണം അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ട്രൈ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, സൊല്യൂഷൻസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അതാണ് സൊല്യൂഷനും കൂടെ തന്നിരിക്കുന്നത്. സൊല്യൂഷനുള്ള ബുക്ക്ലെറ്റ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് സൊല്യൂഷനും കൂടെ നോക്കി പോകാൻ വേണ്ടിയാണ്. അപ്പൊ സൊല്യൂഷൻസ് വെച്ച് നോക്കുക, എന്നിട്ട് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. സോ ഇതാണ് ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പോ ഇന്ന് തന്നെ ഇതിന്റെ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. സാർ ഒരു ചെറിയ വീഡിയോ കൂടി ഇടുന്നുണ്ട്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം ആ ഒരു ചെറിയ വീഡിയോ കൂടി ഒന്ന് കാണുക ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേട്ടോ. അത് കണ്ടാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു വീഡിയോയിൽ കുറെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് കിട്ടും. കുറെ അധികം ഡേറ്റ ഉണ്ടാവും ഞാൻ അയക്കാൻ പോകുന്ന വീഡിയോയില്. ആ ഡേറ്റ എല്ലാം വേണമെന്ന് സാർ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തോരം അബ്സോർബ് ചെയ്യാൻ പറ്റുമോ അത്രയും അബ്സോർബ് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു, ദാറ്റ് ഐ ക്യാൻ ഗ്യാരണ്ടി. ഓൾറൈറ്റ്, സോ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക് ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന ടോപ്പിക്. സോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. സോ ആൻഡ് ഫൈനലി എന്തെങ്കിലും ഡൗട്ട്സ് വരണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ മക്കളെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ ഫോർ നൗ. നിങ്ങൾക്ക് 11:30 ബയോളജിയുടെ ക്ലാസ് ഉണ്ടാകും. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ബയോളജി ഇന്ന് 11th ടോപ്പിക് ആണ്. നാളെ മുതലാണ് ബയോളജി 12th ടോപ്പിക് തുടങ്ങുന്നത് കേട്ടോ. നാളെ മുതൽ ബയോളജി 12th ആയിരിക്കും. കെമിസ്ട്രി ഇന്ന് 12th ടോപ്പിക് ആണ്. കെമിസ്ട്രി എന്ന ടോപ്പിക് എടുക്കുന്നത് D&F ബ്ലോക്കും അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണ് 12th വരുന്നത്. ഓക്കെ, പറഞ്ഞു മോളെ. ഓക്കെ, ഫൈൻ. അപ്പൊ ബി പ്രിപ്പയർഡ്. നിങ്ങൾ ബയോളജി കഴിയുമെങ്കിൽ ആ സിനോപ്സിസ് ഒന്ന് വായിച്ചിട്ട് വരിക. സിനോപ്സിസ് വായിച്ചില്ലെങ്കിലും NCERT എങ്കിലും ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് തരിക നിങ്ങൾ ആ ടോപ്പിക്സ് പഠിപ്പിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകും. ടീച്ചർ കുറെ അധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ നന്നായിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ഇന്നും നന്നായിട്ട് റെസ്പോൺസ് കൊടുക്കും. മിടുക്കരായിട്ട് ഇരിക്കുക. എൻജോയ് ദ ക്ലാസ്. ഓക്കെ, കെമിസ്ട്രി ക്ലാസ് വൈകുന്നേരം 6:00. സോ പ്ലീസ് റിമെമ്പർ ടു ലോഗ് ഇൻ ദ റൈറ്റ് ടൈം. കെമിസ്ട്രി ഫിസിക്സ് മാത്രം എടുത്തിട്ടുള്ള മക്കള് ആ ഗ്യാപ്പില് സാറ് ഷെഡ്യൂൾ ഇട്ട് തന്നേക്കുന്ന അനുസരിച്ച് പഠിക്കുക. എക്സാമിന്റെ ക്ലാസിന്റെ ടൈം ആ ഷെഡ്യൂളിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുക. ആ സമയം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ മാത്സ് കൂടി പ്രിപ്പയർ ചെയ്യുക. മാത്സിന്റെ കൂടി സഫീഷ്യന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയേഴ്സ് പേപ്പേഴ്സ് എടുക്കുക, മാത്സ് ചെയ്യുക, ചാപ്റ്റർ വൈസ് ഒക്കെ നോക്കി ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ 12th നിങ്ങൾ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്സ് ഫോക്കസ് ചെയ്യുക. 12th നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിൽ ഫോക്കസ് ചെയ്യുക. ഈസി ഉള്ള ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സിലേക്ക് കയറിയാൽ മതി. ഓക്കെ, അപ്പൊ 12th കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 11th കയറിയാൽ മതി. ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. എന്തായാലും 11th ഓർമ്മയില്ല. സോ 12th കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് 11th കയറുക. ഓക്കെ ഓക്കെ മക്കളെ, സർ ഈ ഫയല് ഷെയർ ചെയ്യോ? ഇത് ഷെയർ ചെയ്യാം. ഇതിപ്പോ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ
Okay. Thank you, Okay. sir. Yeah, bye bye. Sir. Thank you, sir. Yes, sir.